ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവില്ലേ? അതുകൊണ്ട് അത്തരം ചർച്ചകളൊന്നും എന്നെ ബാധിക്കില്ല. ആരും അതിനോട് ചോദിക്കാനും വരില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, നന്ദിനിയുടെ കുടുംബത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഭേദം തെരുവിൽ ഏതെങ്കിലും ഭിക്ഷക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന്. ഈ ഓണത്തിന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്കൊപ്പം നിങ്ങളെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഇത് സൂര്യ പറയുന്നത്. എങ്കിൽ നീ അതൊന്ന് നടത്തി കാണിക്കേ. അപ്പൊ അതിന് ഞങ്ങൾ സമ്മതിച്ചുതരാം. കാണാം നമുക്ക്. ഈ ഓണം എനിക്ക് സ്പെഷ്യലാ, നിങ്ങൾക്കും. പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അളിയനല്ല, ദൈവം വിചാരിച്ചാലേ അത് നടക്കില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാനേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞതായിരിക്കും. നിങ്ങൾ വാ, നമ്മുടെ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആ കുടുംബത്തിന്റെ ഓണം ഇല്ലാതാക്കാനും മമ്മിയുടെ മനസ്സിൽ മിക്കവാറും എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. എന്താ മോളെ, ഓണത്തിന്റെ കാര്യം ഏട്ടനോട് പറഞ്ഞോ? സമ്മതിച്ചോ? ഞാനത് പറഞ്ഞു. സാർ അത് കൊളാക്കി കയ്യിൽ തരുകയും ചെയ്തു. എന്തുപറ്റി? സാറ് വീട്ടുകാരോട് എല്ലാരോടും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം, അവിടെ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങിയ പുകച്ചില ഇവിടെ. ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? പത്മ മാഡവും ഇന്ദ്രജ മാഡവും വേദ മാഡവും കൂടി പത്മ മാഡത്തിന്റെ തറവാട്ടിലേക്ക് പോവാന്ന് ഓണം ആഘോഷിക്കാൻ. സൂര്യ സാർ രതി സാറും പോകുന്നില്ല. പോരെ പൂരം. അല്ല, ഇതിലിപ്പോ നിന്നെ ബാധിക്കുന്ന എന്ത് പ്രശ്നമുള്ളത്? എന്നെയല്ലേ ബാധിക്കാം. ഇതിപ്പോ ഞാൻ കാരണമാണെന്ന് പറയില്ലേ? ഒരു ദിവസം കൊണ്ട് അവസാനിച്ച കുഴപ്പമില്ല. ഇനി എത്ര കാലം ഞാനിത് കേൾക്കണം? ഞാൻ കയറി വന്നത് മുതല് എല്ലാം തടസ്സാണെന്നാ പറയുന്നേ. ഇപ്പൊ ഓണം കൂടി പോയി കിട്ടിയ സന്തോഷായി. ഏട്ട നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? സാറ് കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അത് ചില ബാധയൊക്കെ കയറിയതുപോലെയാ. ചില സമയത്ത് ബോധം തന്നെ ഇല്ലാതാക്കി കളയും. ആരതി, നീ തന്നെ നിന്റെ ഏട്ടനോടൊന്ന് പറ, ആവശ്യമുള്ള കാര്യത്തിന് മാത്രം പ്രതികരിക്കാൻ. ഏട്ടൻ വന്നോ? ആ അതെ, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ എനിക്ക് നന്ദിനിക്കും കൂടെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട്. ഓ, എങ്ങോട്ടാ? ഷോപ്പിങ്ങിന്? അവക്ക് ഡ്രസ് എടുത്തു കൊടുക്കില്ലേ? അതെ, ഇപ്പൊ നിന്നോട് പറയാൻ സൗകര്യമില്ല. ഓഹോ. ഞാനും എന്റെ ഭാര്യയും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. വെച്ചിട്ട് പോടി. താൻ പെട്ടെന്ന് റെഡിയാ. എന്തിനാ? ഞാൻ ഫോണിൽ പറഞ്ഞു കേട്ടില്ലേ, ഒന്ന് പുറത്തു പോണം. എങ്ങോട്ടാണെന്ന് അറിയാതെ ഞാൻ വരില്ല സർ. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയതിന്റെ പേരില് പുതിയൊരു ഭൂകമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല. തന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല. സാർ കൂടെ കൂടെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയാനുള്ളവര് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ഞാനാണെ കരഞ്ഞു മടുത്തു. ഞാൻ എങ്ങോട്ടും ഇല്ല. ഞാനേ ഈ മുറി അടച്ച് ഇതിനകത്തിരുന്നോളാം. താൻ വരില്ലേ? ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല. ആ, അങ്ങനെയാണെങ്കിലേ ഞാൻ തന്റെ വീട്ടിലേക്ക് പോട്ടെ. എന്തിന്? ഓണത്തിന് പങ്കെടുക്കാൻ താൻ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് പറയാൻ. അതെന്തിനാ സാറ് പറയുന്നത്?